സൺസ്ക്രീൻ നമ്മൾ ഭയങ്കര ഫണ്ണായിട്ട് എടുക്കും, പക്ഷേ ഇറ്റ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് പ്രായമാകുമ്പോൾ ഇങ്ങനെ വരില്ലേ, ക്രോസ് ഫീറ്റ് വരും, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിവ് ഇതൊക്കെ വരും. കണ്ടിന്യൂസ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാതെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ 45-ലും ഐ എം പ്രിറ്റി ഷുവർ മൈ സ്കിൻ വിൽ ലുക്ക് ലൈക്ക് 30, 32, 33 ആ ഒരു ജസ്റ്റ് ബിക്കോസ് സൺസ്ക്രീൻ. സോ അതുകൊണ്ട് സൺസ്ക്രീൻ മുടങ്ങാതെ എല്ലാവരും യൂസ് ചെയ്യാം. ഹായ്, സ്കിൻ കെയറിൽ നിങ്ങൾ ഒറ്റ പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സൺസ്ക്രീൻ എന്നേ പറയുള്ളൂ. കാരണം എന്താ അറിയോ? ഫസ്റ്റത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള UVA UVB റേസ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീന് പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ടും ഉണ്ടാവുന്നതിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വലിയ ഒരു റോള് വഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ടാനിങ് ഇതൊക്കെ വേഴ്സൺ ആവണതിൽ സൺ എക്സ്പോഷറിന് ചെറുതല്ലാത്തൊരു പങ്കുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീന് നമ്മളെ പ്രീമെച്യൂർ ഏജിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ UV റേഡിയേഷൻസ് ത്രൂ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ഡാമേജ് കുറക്കാനും ചില രീതിയിലുള്ള സ്കിൻ ക്യാൻസേഴ്സിന്റെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫേസ് വാഷ്, ടോണർ, സീറം, വൈറ്റനിങ് ക്രീം ഇതെല്ലാം നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഫോളോ ചെയ്തിട്ടും സൺസ്ക്രീൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യണതിനൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ സൺസ്ക്രീന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. SPF എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30+ മിനിമം ഉള്ളത് എന്തായാലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല ഹോട്ട് ഏരിയയിൽ കണ്ടിന്യൂസ് എക്സ്പോഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ 50+ഓ 100+ഓ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വേണം. സോ സൺസ്ക്രീൻ എന്ന് പറയുന്നത് വെറും ബ്യൂട്ടിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സൺസ്ക്രീൻ. സോ സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ടിപ്സ് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു.